രാഷ്ട്രീയ ചോദ്യവും വിമർശനങ്ങളും എല്ലാം ഇങ്ങനെ ഉയർന്നു വരും. അപ്പോൾ മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികൾ നമുക്കൊപ്പമുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. ആദ്യ റൗണ്ടിലെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. നമുക്ക് അടുത്ത ഘട്ടത്തിലെ പ്രതികരണങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് രാഷ്ട്രീയത്തോടൊപ്പം ചൂടുപിടിച്ച് ഈ ചർച്ചയ്ക്കൊപ്പം നമ്മളെ തണുപ്പിക്കാൻ വേണ്ടി വേനൽ മഴ പോലെ ഒരു മികച്ച ഗായകൻ നമുക്കൊപ്പമുണ്ട്. എവിടെയാണ് ആ ഗായകൻ? ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ ഗായകൻ. നമസ്കാരം. സ്വയം അദ്ദേഹം പരിചയപ്പെടുത്തും. അദ്ദേഹത്തെ ഹാപ്പി എന്നൊരു സിനിമയിലെ മനോഹരമായ പാട്ടിലൂടെ നിങ്ങൾക്കറിയാം. ആ പേര് ഞാൻ തന്നെ പറയാം, ജോസ് സാഗർ. വെൽക്കം ജോസ് സാഗർ, ഗുഡ് മോർണിംഗ്. താങ്ക് യു. അദ്ദേഹം ഒരു പ്രൊഫഷണൽ സിംഗർ ആയിരുന്നു ഗാനമേള ട്രൂപ്പിൽ. അപ്പോൾ മുമ്പോട്ട് വന്നാട്ടെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് കലാപരിപാടിയൊക്കെ നടക്കും. ഞങ്ങൾ ഏറ്റുമുട്ടാൻ പോവുക, രാഷ്ട്രീയമായി ഏറ്റുമുട്ടാൻ പോവുക. പക്ഷേ ഏറ്റുമുട്ടുന്നതിനോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് കൈവിട്ട് പോകുന്ന സമയത്ത് ഒരു പാട്ടുമായിട്ട് വരണം. ഇതാണ് അങ്ങയുടെ റോള്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ മനോഹരമായ ഒരു ഗാനത്തോടു കൂടി നമ്മൾ ആരംഭിക്കുന്നു. താങ്കളെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ താങ്കളുടെ ആരാധകരായി മാറിയ ഹാപ്പി എന്ന സിനിമയിൽ അഴകെ എന്ന പാട്ടായാലോ? അത് പ്രേക്ഷകരൊന്ന് ഓർമ്മിക്കും. നമുക്ക് അഴകേ നീ എന്നെ പിരിയല്ലേ, ഒരു നാളും മറയരുതേ, കരളെ നീ കരയരുതേ, ഇവിടെ ഈ മഴവിൽ കൂട്ടിൽ തനിയെ ഞാൻ തേങ്ങുന്നു, ഇനിയും നിൻ പരിഭവമരുതേ, വരുമോ എൻ തേൻ കുയിലേ, അഴകേ നീ എന്നെ പിരിയല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഏറ്റുമുട്ടുന്ന സമയത്ത് ഈ ഒരു പാട്ടുമായിട്ട് വന്നാൽ തണുപ്പിക്കണം. ഇതാണ് റോള്. അപ്പോൾ ജോസ് അങ്ങനെ വീട് എവിടെയാ? ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വട്ടിയൂർക്കാവിലാണ്. കാട്ടാക്കട ഈ ഭാഗങ്ങളിൽ ഒരു പേരുണ്ടോ? തിരുവനന്തപുരം മണ്ഡലമാണ്. ഞാനിവിടെ എത്രയോ വേദികളിൽ യാസിയോടൊപ്പം അല്ലാതെ എൻ്റെ സ്വന്തം പരിപാടികള് ഇഷ്ടം പോലെ പ്രാവശ്യം ഈ അരുവിക്കര ക്ഷേത്രത്തില് ഗാനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇത് തന്നെയാണ് വേദി, ഇവിടെ തന്നെയാണ്. അപ്പോൾ കാട്ടാക്കടയും തിരുവനന്തപുരത്തും ഒട്ടേറെ കലാകാരന്മാരുണ്ട്. അവരിൽ പലരെയും നമ്മൾ ഇന്നിപ്പോൾ പരിചയപ്പെടുത്തും. ഒപ്പം തന്നെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിന് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട്. അവർ അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. കടുത്ത മത്സരമാണ്. വേനൽ മഴയൊന്നും ഇവരുടെ രാഷ്ട്രീയ ആവേശത്തെ കെടുത്തിയിട്ടില്ല. സ്ഥാനാർത്ഥികൾ ഇന്നു മുതൽ അങ്ങോട്ട് വളരെ സജീവമായി അടുത്ത ഗിയറിലേക്ക് മാറാൻ പോവാണ്. അതിനോടൊപ്പം ഇവരുടെ പ്രതികരണങ്ങൾ നമ്മൾ എടുക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ദേശീയ രാഷ്ട്രീയം അടക്കം കാട്ടാക്കടയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്? രാവിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒട്ടേറെ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്താനുണ്ട്. പ്രതികരണങ്ങളും നമുക്ക് കേൾക്കാം. കോഫി വിത്ത് അരുൺ ഓൺ ഇലക്ഷൻ വീൽസ് കാട്ടാക്കടയിൽ നിന്നും.